നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്കിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുക. എഫ് ഡോട്ട് എസ്. ഓക്കെ, എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റ. എഫ് എസ് കോസ് തീറ്റ നമ്മൾ എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് എഴുതാം. വാട്ട് ഇസ് എഫ് കോസ് തീറ്റ? ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് എസ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ പ്രോഡക്റ്റിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. Okay, it is the product of component of the force in the direction of displacement and the magnitude of displacement. Scalar ആണോ വെക്ടർ ആണോ? F dot S ആണ്. അപ്പോൾ ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇനി മറ്റു പ്രധാനപ്പെട്ട കാര്യം, വർക്ക് ഡൺ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. അപ്പോൾ വർക്ക് ഡൺ എപ്പോഴാണ് പോസിറ്റീവ് ആവുക? നമുക്കറിയാം എഫ് ഡോട്ട് എസ് ആണ് വർക്ക് ഡൺ. അപ്പോൾ എഫ് ഫോഴ്സ് ആണ്, എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ അവിടെ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ ഒക്കെ ആവാൻ സാധ്യതയുള്ളൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ഓക്കെ, ഈ കോസ് തീറ്റയുടെ വാല്യൂ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വർക്ക് ഡൺ പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? ഇഫ് ആംഗിൾ തീറ്റ ഇസ് ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഓക്കെ, അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ കോസ് തീറ്റ ഇസ് പോസിറ്റീവ് ആൻഡ് ഹെൻസ് വർക്ക് ഡൺ ഇസ് പോസിറ്റീവ്. ഒരു എക്സാമ്പിൾ നോക്കൂ. എ മാൻ പുഷിങ് എ ടേബിൾ ആൻഡ് ഇറ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനാകുമ്പോൾ മാത്രമല്ല പോസിറ്റീവ്, ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കൂ. When a body is falling down, work done by gravitational force is positive. Case 2. Work done is negative. എപ്പോഴാണ് വർക്ക് ഡൺ നെഗറ്റീവ് ആവുക? ഇഫ് ആംഗിൾ തീറ്റ ഇസ് ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി ദെൻ കോസ് തീറ്റ ഇസ് നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ കോസ് 180 -1 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ വർക്ക് ഡൺ നെഗറ്റീവ് കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കൂ. When a ball moves on a surface, the frictional force opposes its motion and theta equal to 180 degree, work done by friction is negative. ഏത് ഫോഴ്സ് കാരണമാണോ ബോൾ മൂവ് ചെയ്യുന്നത്, അതായത് നമ്മൾ കൊടുത്ത ആ ഫോഴ്സ് കൊണ്ടാണ് ബോൾ മൂവ് ചെയ്യുന്നത്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ആൻഡ് ആംഗിൾ ഇസ് 180 ഡിഗ്രി, കോസ് 180 -1, സോ വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. When a body is lifted, work done by gravitational force is negative. അടുത്ത കേസ് നോക്കൂ. Work done is 0. Work done 0 ആകുന്നപ്പോഴാണ് when the displacement is 0. Work done 0 ആകുന്ന പല കേസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കേസാണ് when the displacement is 0. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ വർക്ക് ഡൺ 0 ആണ്. എക്സാമ്പിൾ നോക്കൂ. Push hard against a rigid brick wall. The force you exert on the wall does no work. നമ്മൾ വളരെ ശക്തിയായ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിൽ, ചുമരിൽ ഒന്ന് നന്നായിട്ട് തള്ളി നോക്കൂ. അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വളരെ ശക്തിയിൽ തള്ളി നോക്കൂ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നോ വർക്ക് ഇസ് ഡൺ, അല്ലെങ്കിൽ വർക്ക് ഡൺ 0 ആണ്. മറ്റൊരു കേസ്, when the force is 0. ഫോഴ്സ് 0 ആയാലും വർക്ക് ഡൺ 0 ആവും. വർക്ക് മൂവിങ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഇസ് 0. ഇനി മറ്റൊരു കേസ് നോക്കൂ. വർക്ക് ഡൺ 0 ആവുന്ന മറ്റൊരു കേസ്, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. മറ്റൊരു കേസാണിത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആവുക. പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി, കോസ് π/2 0. Example, for the block moving on a smooth horizontal table, gravitational force mg does no work since it acts at right angles to the displacement. അടുത്തത് SI യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ ആണ്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ J. ദെൻ ഈ ജൂൾ കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് യൂണിറ്റ്സ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അനദർ യൂണിറ്റ് ഇസ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ സാധാരണ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. സോ വിൽ കൺസിഡർ എ ബോഡി ഓഫ് മാസ് m. ഇനീഷ്യലി ഇറ്റ് ഇസ് അറ്റ് റെസ്റ്റ്. ദെൻ ഇറ്റ് അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെന്റ് s. ഇപ്പോൾ ഒരു ഫോഴ്സും
ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ദർ ഇസ് എ വർക്ക് ഡൺ, അല്ലെങ്കിൽ ആ ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാൻ ഒരു വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഫോഴ്സ് ഡസ് വർക്ക്. വാട്ട് ഇസ് ദാറ്റ് വർക്ക് ഡൺ? W ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. എഫ് ഡോട്ട് എസ് എന്നത് നമുക്കറിയാം FS കോസ് തീറ്റ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ആംഗിൾ തീറ്റ 0 ആണല്ലോ, കോസ് 0 1 ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ F ഇൻറ്റു എസ് തന്നെ എഴുതാം. സോ എഫിന് പകരം MA, മാസിന്റെ ആക്സിലറേഷൻ ന്യൂട്ടൺ സെക്കൻഡ് അനുസരിച്ച്, ദെൻ എസ്. സോ വർക്ക് ഡൺ ഈക്വൽ ടു MAS. ഫോഴ്സിന് പകരമാണ് MA എന്ന് കൊടുത്തത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. Now we have the equation v square equal to u square plus 2as. ആ ഇക്വേഷനിൽ u0 ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. u0 കൊടുത്തു കഴിഞ്ഞാൽ you'll get v square equal to 2as. u square 0 ആയതുകൊണ്ട് v square equal to 2as. അതിൽ നിന്ന് as എന്തായിരിക്കും കിട്ടുക? What is as? v square by 2. Now substitute equation 2 in equation 1. as എന്നതിന് പകരം ഹാഫ് v സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിൽ ഗെറ്റ് w ഈക്വൽ ടു m ഇൻറ്റു asന് പകരം ഹാഫ് v സ്ക്വയർ. സോ വിൽ ഗെറ്റ് ഹാഫ് m v സ്ക്വയർ. ഈ വർക്കാണ് ആ ബോഡിയുടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. Now kinetic energy is a scalar quantity, okay, and it is the measure of energy due to its motion. Potential energy എന്താണെന്ന് നോക്കാം. It is the stored energy due to position or configuration of a body. Gravitational potential energy എന്താണെന്ന് നോക്കാം. Gravitational force, suppose you are considering a body or a ball of mass m. അതിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? mg. അല്ല, നമുക്കറിയാം മാസ് m ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg. സപ്പോസ് ദാറ്റ് ബോൾ ഇസ് ടേക്കൺ ടു എ ഹൈറ്റ് h. ബോൾ അല്ലെങ്കിൽ ഒരു ബോഡി ഒരു ഹൈറ്റ് hലേക്ക് അത് ഉയർത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. തനിയെ ഉയർന്നു വരില്ല, കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉയർത്തണമെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സം വർക്ക് മസ്റ്റ് ബി. വാട്ട് ഇസ് ദ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഏജൻസി ടു ലിഫ്റ്റ് ദ ബോഡി ടു ഹൈറ്റ് h? W വർക്ക് ഡൺ അറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് F എങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് h ആണ്. ദാറ്റ് ഈസ് ഫോഴ്സിന് mg, okay, displacement h. So you'll get mgh. So when the body is lifted to height h, we have done some work. That work by that external force is stored as the potential energy of the body. Now what happens when the ball is released? ആ ബോൾ നമ്മൾ ഒരു ഹൈറ്റ് എച്ചിൽ ഉള്ള ബോൾ അവിടുന്ന് റിലീസ് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഉയർത്തി അവിടുന്ന് താഴേക്ക് ഇട്ടു. ഓക്കെ, ഇറ്റ് ഈസ് റിലീസ്ഡ്. അപ്പോൾ ആസ് ദ ബോൾ കംസ് ഡൗൺ നമുക്കറിയാം ഇറ്റ്സ് സ്പീഡ് വിൽ ഇൻക്രീസ്. എന്താ കാരണം? ഒരു ബോഡി താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുക ചെയ്യുക. എന്താ കൂടാൻ കാരണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് താഴേക്ക്, അപ്പോൾ ഇറ്റ് വിൽ ബി ആക്സിലറേറ്റഡ്. അതേസമയം മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോഴോ സ്പീഡ് കുറയാനാണ് സാധ്യത. കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ബോഡി മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. Okay, അപ്പോൾ when the body is released or when the ball is released, it is coming down with an increasing speed. Speed is increasing because of the gravitational force. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാന്നാണല്ലോ അർത്ഥം, അല്ലേ? കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ മീൻസ് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഈസ് ഇൻക്രീസിങ്. Now, what is the speed just before it hits the ground? എങ്ങനെ കണ്ടുപിടിക്കും? ബോള് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ സ്പീഡ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആസ് യൂഷ്വൽ യു ക്യാൻ യൂസ് ദ ഫോർമുല. അതായത് ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തു, പിന്നെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ആണ്. സോ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2gs. എസ് ഡിസ്പ്ലേസ്മെന്റ്, അതിന് പകരം h. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്?
ആ ഒരു ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. ഓക്കെ, അപ്പോൾ ആ ഹൈറ്റിലുള്ള വെലോസിറ്റി ആണല്ലോ ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ നോക്കൂ, v² ഈക്വൽ ടു u² പ്ലസ് 2as എന്നുള്ള ഇക്വേഷനിൽ u0, അപ്പോൾ യു വിൽ ഗെറ്റ് v² ഈക്വൽ ടു 2gh. ഓക്കെ, മൾട്ടിപ്ലൈ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ബൈ ഹാഫ് m. ഹാഫ് m v² ഈക്വൽ ടു mgh. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായ കാര്യം എന്താ, ബോഡി മാക്സിമം ഹൈറ്റിലായിരുന്നപ്പോ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണപ്പോ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഈ പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായ എന്തുണ്ട് ബോഡിയിൽ, കൈനറ്റിക് എനർജി ഉണ്ട്. രണ്ടും ഈക്വൽ ആണ്. അപ്പോ ഈ കൈനറ്റിക് എനർജി എന്നുള്ളതാണ് k എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ U. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് k ഈക്വൽ ടു U. അതായത് ആസ് ദ ബോഡി കംസ് ഡൗൺ ഫ്രം എ ഹൈറ്റ്, ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ട്, v² ഈക്വൽ ടു 2gh. അതിൽ നിന്ന് വാട്ട് ഇസ് v? സ്ക്വയർ റൂട്ട് ഓഫ് 2gh. Okay, v equal to square root of 2gh. This is the velocity of a freely falling body. Mற்றൊരു important ആയിട്ടുള്ള കൺസെപ്റ്റ് ആണിത്. If the potential energy is v of x, then the force f of x can be written as f of x equal to minus dv by dx. അതായത് rate of change of potential energy with respect to displacement x. ഇവിടെ നമ്മൾ ആ പൊസിഷൻ ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഹൈറ്റ്, അതുകൊണ്ടാണ് എഫ് ഓഫ് എച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാം. സോ എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എച്ച്. ഓക്കെ, എച്ച് എടുക്കാൻ കാരണം എന്താ, പൊസിഷൻ എക്സിന് പകരം ഇവിടെ ഹൈറ്റ് ആണ് എടുക്കുന്നത്, ഹൈറ്റ് എച്ച് ആണ്. നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതായത് ഫോഴ്സ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദ variation in potential energy with respect to position. F is equal to minus dv by dx. ഈ ഒരു റിലേഷൻ അനുസരിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? If the work done by a force depends only on initial position and final position of the body and is independent of the path followed by the body, the force is said to be conservative. ഏത് ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? അതായത് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇനിഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരം ഫോഴ്സസിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയാം. എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്? Can be derived from a scalar quantity v of x by the relation f of x is equal to minus dv by dx. Second point, work done by a conservative force in a closed path is equal to 0. അതായത് ക്ലോസ്ഡ് പാത്തിലുള്ള വർക്ക് ഡൺ 0 ആയിരിക്കും. അടുത്ത പോയിന്റ് എന്താ? ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോഴ്സസിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഫോഴ്സ് ആയിരിക്കും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. So if the work done by a force depends on the path followed by a body, the force is said to be non-conservative. ഒരു ബോഡിയിൽ മെക്കാനിക്കൽ എനർജി എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഐദർ കൈനറ്റിക് എനർജി ഓർ പൊട്ടൻഷ്യൽ എനർജി ഓർ ബോത്ത്. അതിന്റെ ഒരു പ്രൂഫാണ് നമ്മൾ നോക്കുന്നത്. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m dropped from a height h. So consider 3 positions A, B and C. A എന്ന് പറയുന്ന പൊസിഷൻ അറ്റ് ഹൈറ്റ് h, ബിൽഡിങ്ങിന്റെ മുകളിലുള്ള പൊസിഷനാണ് A. C എന്ന പൊസിഷൻ ഗ്രൗണ്ടിലാണ്, ഗ്രൗണ്ട് ലെവലിലാണ്. ആൻഡ് B ഇന്റർമീഡിയറ്റ് പൊസിഷനാണ്. കൺസിഡർ പൊസിഷൻ A. പൊസിഷൻ A എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിലുള്ള പൊസിഷനാണ്. അപ്പോൾ നമുക്കറിയാം ബോഡി മാക്സിമം ഹൈറ്റിലായിരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി 0. ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു 0. ആക്സിലറേഷൻ ഏതാണ് ഇവിടെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് g. സോ ടു
ഫോംസ് ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി എന്താണ്? 0, കാരണം വെലോസിറ്റി 0 ആണ്. What is the potential energy? It is mgh. So total mechanical energy എന്ന് പറയുന്നത് kinetic energy plus potential energy, that is equal to mgh. B എന്ന പൊസിഷൻ ഇന്റർമീഡിയറ്റ് പൊസിഷൻ ആണ്. B ലേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്. So displacement s equal to x. v square equal to u square plus 2as. Equation u 0 ആണ്. So you'll get v square equal to 2a എന്ന് പറയുന്നത് g, s x. So v square equal to 2gx. What is the kinetic energy? Half mv square equal to mgx. What is the potential energy? Potential energy കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ബോഡി ഉള്ളതെന്നാണ്. ഓക്കെ, അപ്പോൾ ബി എന്ന പോയിന്റ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ്? എയിലേക്കുള്ള ഹൈറ്റ് h ആണ്, ബിയിലേക്കുള്ള ഹൈറ്റ് അപ്പൊ എന്തായിരിക്കും? h മൈനസ് x. സോ ഇപ്പൊ ബോഡി ഉള്ളത്, അതായത് ബിയിലായിരിക്കുമ്പോൾ ബോഡി ഇസ് അറ്റ് ഹൈറ്റ് h മൈനസ് x. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് mg into h minus x. What is the total energy? Kinetic energy plus potential energy. You will get mgh. C എന്ന് പറയുന്ന ഗ്രൗണ്ട് ലെവൽ ആണ്. ഡിസ്പ്ലേസ്മെന്റ് h. കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ. നേരത്തെ ഉപയോഗിച്ച അതേ റിലേഷൻ ഉപയോഗിക്കാം. v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. u 0 ആണ്. സോ v സ്ക്വയർ ഈക്വൽ ടു 2gh. Kinetic energy half mv square half m into 2gh equal to mgh. Ground level എന്ന് പറയുമ്പോൾ h 0 ആണ്. Potential energy equal to 0. What is the total energy? Total mechanical energy, kinetic energy plus potential energy equal to mgh. So again total energy or total mechanical energy of the body is same at all positions. അപ്പോൾ നമുക്ക് കിട്ടിയൊരു കൺക്ലൂഷൻ എന്താണ്? ഇപ്പോൾ ഈ 3 പൊസിഷനും ഇനി അതിൻ്റെ ഇടയിൽ എത്ര പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും, ഓക്കെ, എക്കും സിക്കും ഇടയിൽ എത്ര പൊസിഷൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ടോട്ടൽ എനർജി റിമെയിൻസ് സെയിം, mgh. This is known as law of conservation of mechanical energy. എന്താണ് law of conservation of mechanical energy? The law states that total mechanical energy of a system is conserved if forces doing work on it are conservative. At height h, energy is purely potential. It is partially converted to kinetic at position B and is fully kinetic at the ground level. ഇനി നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, അതായത് എനർജി y ആക്സിസിലും ഹൈറ്റ് എക്സ് ആക്സിസിലും വരുന്ന രീതിയിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, വേരിയേഷൻ ഇൻ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ്. ടോട്ടൽ എനർജി നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, TE റെപ്രസെന്റ്സ് ടോട്ടൽ എനർജി. അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഹൈറ്റ് 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. So that line represents the potential energy. The other line represents kinetic energy. And at maximum height, kinetic energy becomes 0. Maximum height till kinetic energy 0 ആണ്. So this graph shows variation in kinetic energy, potential energy and total energy with respect to height.